ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT വരുന്ന ബുധനാഴ്ച മൊഴി രേഖപ്പെടുത്തും. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. സുനിഷ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ ചെന്നിത്തലയെ SIT മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു എന്നുള്ള വിവരമാണോ ഉള്ളത്? തന്റെ പക്കലുള്ള വിവരമല്ല, തന്നെ ഒരാൾ ചില തെളിവുകളുമായി സമീപിച്ചു, അയാൾ ഇന്ന് കൂടുതൽ വിവരങ്ങൾ തേടാനാകും, SITക്ക് അത് കൈമാറാം എന്നാണ് നേരത്തെ ചെന്നിത്തല പറഞ്ഞത്. സുനിഷ. അതെ സ്മൃതി, ഏതായാലും ഇതിൽ ചെന്നിത്തലയുടെ മൊഴി എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ADGPക്ക് കത്തായി നൽകുകയും ചെയ്തിരുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ ബന്ധമുള്ള, അതായത് ഇത്തരത്തിൽ കരിഞ്ചന്തകളിൽ പുരാവസ്തുക്കൾ വിൽക്കുന്ന കൊള്ള സംഘത്തെക്കുറിച്ച് അറിയുന്ന ആൾ നൽകിയ വിവരം, അതിന്റെ അടിസ്ഥാനത്തിലാണ്, അത് ശരിയുണ്ട് എന്ന് തോന്നിക്കൊണ്ടാണ് താനിപ്പോൾ ഈ കത്തെഴുതുന്നത് എന്നതായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. ആ പശ്ചാത്തലത്തിൽ ചില തെളിവുകൾ കൂടി തന്റെ പക്കലുണ്ട് എന്നതുകൂടി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 500 കോടിക്ക് മുകളിലാണ് ഇടപാട് നടന്നിട്ടുള്ളത്, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നതുകൂടി രമേശ് ചെന്നിത്തല ഈ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിവരങ്ങൾ SITക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT കടന്നിരിക്കുന്നത്. ഡിസംബർ 10-ാം തീയതി മൊഴിയെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്ന ഇയാൾ പൊതുജന മധ്യത്തിൽ ഏതായാലും വിവരങ്ങൾ പറയാൻ തയ്യാറല്ല. പക്ഷേ SIT മൊഴിയെടുക്കുകയാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ തെളിവ് സഹിതം നൽകുമെന്നുള്ളത് രമേശ് ചെന്നിത്തല ഈ കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. താനും ഈ വിവരങ്ങളെല്ലാം നൽകാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു SITക്ക് മുന്നിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SIT ഏതായാലും മൊഴി രേഖപ്പെടുത്താനായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കൃത്യമായി ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധമുണ്ട്, നിലവിലെ പ്രതികൾക്ക് മാത്രമല്ല മുഖ്യ സൂത്രധാരന്മാർ പുറത്തുണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങൾ, ഈ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് ഇതിൽ ബന്ധമുണ്ട് തുടങ്ങി നിരവധി പരാതികൾ, ഗുരുതരമായ പരാതികൾ തന്നെയാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുക, ഈ തെളിവുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ട് അന്വേഷണം നടത്താനായിരിക്കും SIT കടക്കുക. അതിന്റെ ഭാഗമായി തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ഈ ബുധനാഴ്ച മൊഴിയെടുപ്പ് നടത്തുന്നത്. സ്മൃതി. ശരി, സുനിഷ വിവരങ്ങൾ നൽകിയത്.